T20 സഞ്ജു സെഞ്ചുറി അടിച്ചു. ഇനിയിപ്പോൾ സഞ്ജുവിൻ്റെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. സഞ്ജുവിനി അടിച്ചു തകർക്കാൻ പോകുന്നത് ഏകദിനത്തിലാണ്. സഞ്ജുവിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സയ്യിദ് മുസ്താഖ് അലിയിൽ കേരള ടീം തോറ്റു പുറത്തായി. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ അടുത്ത വെടിക്കെട്ട് കാണാൻ പോവുകയാണ്. ഈ മാസമാണ് സഞ്ജുവിന് കളിയുള്ളത്. ഈ മാസം ഡിസംബർ 23-ന് സഞ്ജുവിൻ്റെ ഏകദിന മാച്ച് കാണാൻ സാധിക്കും. വിജയ് ഹസാരെ ട്രോഫി തുടങ്ങാൻ പോവുകയാണ്. ഡിസംബർ 23-നാണ് കേരളത്തിൻ്റെ ആദ്യ മാച്ച്. ഇതിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഞ്ജുവാണ് കേരളത്തിൻ്റെ ക്യാപ്റ്റൻ. വിജയ് ഹസാരയിലും സഞ്ജുവാണ് കേരളത്തിന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഏകദിനത്തിൽ സഞ്ജു അടിച്ചു കളിച്ചാൽ ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനെ വിളി വരും. അതിനുവേണ്ടിയാണ് സഞ്ജു ഓപ്പണിങ്ങിൽ ഇറങ്ങുന്നത്. ഗംഭീറാണ് സഞ്ജുവിനോട് ഓപ്പണിങ്ങിൽ കളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജയ് ഹസാരയിൽ സഞ്ജു നേരത്തെ തന്നെ സെഞ്ചുറികൾ ഒരുപാട് അടിച്ചിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഇഷ്ട ഫോർമാറ്റാണ് ഏകദിനം. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം സഞ്ജു ഏകദിനം കളിച്ചിട്ടില്ല. വീണ്ടും സഞ്ജുവിൻ്റെ ഏകദിന മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഡിസംബർ 23-ന് വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.